എന്നോട് ഈശോക്കെ സുഖമായിട്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഈശോയുടെ വചനം നമ്മളോട് സംസാരിക്കുന്നത് സഭാപ്രസംഗകൻ അതിന്റെ 4-ാം അധ്യായം 9, 10, 11 വാക്യങ്ങളിലൂടെയാണ്. ഒരുവനേക്കാൾ ഇരുവർ ഏറെ നല്ലത്, അവർക്ക് പ്രതിഫലം ഏറെ ലഭിക്കുന്നു. വീണാൽ ഒരുവൻ മറ്റവനെ എഴുന്നേൽപ്പിക്കും, ഏകാകി വീണാലോ അവനെ എഴുന്നേൽപ്പിക്കാൻ ആരുമില്ലായക കൊണ്ട് അവന് അയ്യോ കഷ്ടം. 2 പേർ ഒന്നിച്ചു കിടന്നാൽ അവർക്ക് കുളിർ മാറും, ഒരുത്തൻ തന്നെയായാലോ എങ്ങനെ കുളിർ മാറും? ഒരുത്തനെ ആരെങ്കിലും ആക്രമിച്ചാൽ 2 പേർക്ക് അവനോട് എതിർത്ത് നിൽക്കാം. 30 ചരട് വേഗത്തിൽ അറ്റുപോകയില്ല. ഇതിന്റെയൊക്കെ അർത്ഥം ഈശോ എന്താണ് പറയുന്നത്? നമുക്ക് എന്ത് വേണം? ബന്ധങ്ങൾ വേണം, നല്ല സുഹൃത്ത് ബന്ധങ്ങള്, കുടുംബ ബന്ധങ്ങള്. പറയാ ചിലരെ നമുക്ക് കാണാൻ പറ്റും, അവരെപ്പോഴും ഇങ്ങനെ ഒറ്റപ്പെട്ട് എല്ലാത്തിൽ നിന്നും അങ്ങ് മാറി മാറി വിട്ട് തന്നെ എന്നുള്ള രീതിയിൽ. അതല്ല, നമ്മള് എന്താ പറയാ, എല്ലാവരോടും സോഷ്യലൈസ് ചെയ്ത്, എല്ലാവർക്കും അങ്ങനെ ആവാൻ പറ്റണമെന്നില്ല, പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? ശ്രമിക്കണം. അപ്പം എന്താ പറയാ, നമ്മൾ ഒരാളെ കാണുമ്പോൾ ഒന്ന് ചിരിച്ച് കാണിച്ചു, എന്താ പറയാ, നമ്മള് സോഷ്യലൈസ് ചെയ്യുക, ബന്ധങ്ങളെ നിലനിർത്തുക. കാരണം നമുക്ക് ചിലപ്പോൾ ഇന്ന് നമ്മുടെ തൊട്ട് അടുത്ത് നമുക്ക് ഇഷ്ടമല്ലാതെ കിടക്കുന്ന ആളാണോ നമ്മളെ നാളെ അടുത്ത നിമിഷം സഹായിക്കാൻ വരിക നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പം എന്ത് നിലനിർത്തുക? മാക്സിമം നല്ല ഫ്രണ്ട്ഷിപ്പുകൾ നിലനിർത്താൻ ശ്രമിക്കുക. നല്ല നല്ല ഈശോ കണക്ട് ചെയ്ത് തരും, ചിലർ നമുക്ക് കണക്ട് ചെയ്ത് തരും, ബന്ധങ്ങളെ കൂട്ടിമുട്ടിച്ച് വരും. ഞാനിങ്ങനെ ഓർക്കാറുണ്ട്, ചില സമയത്ത് എനിക്ക് പല ക്രൈസിസ് ഒക്കെ വരുമ്പം ചിലർ എൻ്റെ മുമ്പിൽ ദൈവദൂതനെ പോലെ ഇട്ട് തരാറുണ്ട്. അതായത് നമ്മൾ എന്തുകൊണ്ടാണ് നമ്മുടെ അവരോടുള്ള പെരുമാറ്റവും നമ്മൾ മറ്റുള്ളവരോട് ഇടപഴകുന്ന ആ ഒരു രീതികളും വെച്ചിട്ടാണ് നമുക്ക് അങ്ങനെയുള്ള കൂടുതൽ ഫ്രണ്ട്സും ബോണ്ടും ഒക്കെ നിലനിർത്താൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയെ. അപ്പം ഈശോ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഒരു ചരടിന്റെ റീസൺ പോലും പറയുന്നുണ്ട്. ഒരു ചരടാണെങ്കിൽ അത് പെട്ടെന്ന് എന്ത് ചെയ്യും? ബ്രേക്കായി പൊട്ടിപ്പോവും. അത് 3 ചരട് പിരിച്ചാണെങ്കിൽ എന്ത് ചെയ്യത്തില്ല? പെട്ടെന്ന് പൊട്ടിക്കാൻ പറ്റത്തില്ല. അപ്പം എന്താണ്? എല്ലാം ഒരു കൂട്ടായ്മയാണ് ഒരു ബലം നമുക്ക് തരുന്നത്. അപ്പൊ നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം, ഈശോയെ ഞങ്ങൾക്ക് നല്ല കൂട്ടായ്മ തരണമേ, ഫ്രണ്ട്ഷിപ്പ്, നല്ല ബോണ്ടുകള്, ബന്ധങ്ങള്, കുടുംബത്തിലും ജോലിയിലും എല്ലാം ഞങ്ങൾക്ക് ഈശോയുടെ വലിയൊരു കൂട്ടും പിന്തുണയും നല്ല ഇടപഴകലും, സോഷ്യലൈസ് ചെയ്യാനും മറ്റുള്ളവരോട് ഇടപഴകാനും. ചിലപ്പോൾ ഞങ്ങൾക്ക് കുറച്ചൊക്കെ ബുദ്ധിമുട്ടുണ്ട്, അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുണ്ട് എങ്കിലും ചില മറ്റുള്ളവർ നമ്മളോട് കൂട്ടുകൂടി വരുന്നില്ലെങ്കിൽ പോലും കർത്താവെ, ഞങ്ങളെല്ലാ മേഖലയും സമർപ്പിക്കുന്ന ഈശോയെ, നീ ഞങ്ങൾക്ക് തിരഞ്ഞെടുത്ത് നീ ഞങ്ങൾക്ക് കൂട്ടും എല്ലാം ഞങ്ങൾക്ക് കൊണ്ടുതരണം ഈശോയെ കർത്താവെ എന്ന് നമുക്ക് ഈ വചനത്തിലൂടെ പ്രാർത്ഥിക്കാം. വളരെ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു വചനമായിരുന്നു. അപ്പം എല്ലാവരും പ്രാർത്ഥിക്കുക, ധ്യാനിക്കുക. ഈശോ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ കൂട്ടുകാരെ, ഇപ്പോൾ പോകുന്നു, പിന്നെ കാണാം. ബായ്.